അങ്ങനെ ശിവാനിന, ഉണ്ണി, എൻ്റെ മക്കൾ അവരെ കൊണ്ട് ട്യൂഷന് പോവുകയാണ്. അല്ല, ട്യൂഷന് വരിക കേട്ടോ. കുറച്ച് ദൂരെയാണ് ട്യൂഷന് പോകുന്നത്. നമ്മുടെ വഴിയൊക്കെ ഉണ്ടോ, ഇത് കണക്ക് വഴി എത്രയോ ഇടുക്ക് വഴിയൊക്കെ കിടന്നാണ് ഇവിടെ. വയലാണ് കേട്ടോ ഇവിടെ. സ്കൂൾ വിട്ട് വന്നിട്ട് 5:30 ട്യൂഷൻ തുടങ്ങും. അപ്പം ഞാൻ വെച്ച് ഇന്നവരെ ട്യൂഷന് കൊണ്ടാക്കുന്ന ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ഈ വഴിയിലൂടെയാണ് നമ്മൾ ട്യൂഷന് പോകുന്നത്. മെയിനായിട്ട് ഈ വീഡിയോ എടുക്കാൻ കാരണം ഇതിനകത്തിട്ട് പേടിയാവുന്നു ഒറ്റയ്ക്ക് പോകാൻ. അപ്പം വീഡിയോ എടുക്കുമ്പം നല്ലൊരു ധൈര്യം കിട്ടുന്നില്ല. തിരിച്ച് അവരുടെ വണ്ടിയിലാണ് കൊണ്ടുവരുന്നത് കേട്ടോ. തിരിച്ച് ചേച്ചിയോ എൻ്റെ ഹസ്ബൻഡോ പോയി വണ്ടിയിൽ കൊണ്ടുവരും. തിരിച്ച് 7 മണിയാവും തീരാൻ. അപ്പോൾ അവർ വണ്ടിയിൽ കൊണ്ടുവരും. അങ്ങോട്ട് നടന്ന് നമ്മൾ കൊണ്ടാക്കണം. അപ്പോൾ ഇവർ അവിടെ വിട്ടിട്ട് തിരിച്ച് വരുമ്പോൾ ഞാൻ ഒറ്റയ്ക്ക് വരണം. ഇതൊക്കെ ഫുള്ള് കാടാണ്. പട്ടിയുടെയൊക്കെ ശല്യമുള്ളതുകൊണ്ട് ഞാൻ വിചാരിച്ച് നടന്നു കൊണ്ടാക്കാം. കുറച്ച് കാട്ടിക്കൂടിയൊക്കെ ഒറ്റയ്ക്ക് വിടാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് നടന്ന് കൊണ്ടുവിടാമെന്ന് വിചാരിച്ചു. നമ്മൾ ദാണ്ട റോഡ് എത്താറായിട്ടുണ്ട്. ഇതിലിങ്ങനെ കയറി ദാണ്ട റോഡ് എത്താറായിട്ടുണ്ട്. അപ്പം എൻ്റെ കൂടെ ജോലി ചെയ്യുന്നൊരു അമ്മയെ കണ്ട് തളർന്നു കേട്ടോ. ഇവിടെ ജോലി ചെയ്യുന്നൊരു അമ്മയെ കണ്ട് അപ്പം അമ്മയുടെ കൂടെ അങ്ങ് വിട്ടവരെ. അമ്മ അപ്പം ട്യൂഷൻ വീട് കഴിഞ്ഞിട്ടാണ് അമ്മയുടെ വീട്. അപ്പം അമ്മ അവിടെ ഒരാക്കിക്കോളും. അതുകൊണ്ട് രക്ഷപ്പെട്ടില്ലെങ്കിൽ എനിക്കും ടെൻഷനായിരിക്കും. പട്ടിയൊക്കെ ഉള്ളതുകൊണ്ട് ഇങ്ങനെ ഒറ്റയ്ക്ക് പോകണം. ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ഇങ്ങനത്തെ സ്ഥലമല്ല, കുറച്ച് ഡേഞ്ചറായിട്ടുള്ള. അപ്പം ശരി, ഇപ്പം തൊഴിലുറപ്പ് കഴിഞ്ഞിട്ടാണ് പിള്ളേർ വന്ന് പിള്ളേരെ ഒരുക്കി അവർ ട്യൂഷന് വിടണം. ബൈക്കിലെല്ലാവരും ഇരുത്തിയിട്ട് ബുദ്ധിമുട്ടായതുകൊണ്ടാണ്. ഇരുത്തിക്കൊണ്ട് പോകാൻ പാടെന്നല്ല, അവരും എൻ്റെ ഹസ്ബൻഡും ജോലി കഴിഞ്ഞിട്ടൊക്കെ വന്നിട്ട് ബൈക്കിലെടുത്തിക്കൊണ്ട് പോകാനേ. അപ്പോൾ ഓക്കെ, ശരി.